നമ്മുടെ കർത്താവ് ഈശോ മിശിഹായാൽ ഏറെ സ്നേഹിക്കപ്പെടുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ, ധനം എന്നും മനുഷ്യനെ മോഹിപ്പിച്ചിട്ടുണ്ടെന്ന് നമുക്കറിയാം. വർദ്ധിക്കുന്തോറും അതിനോടുള്ള മോഹവും വർദ്ധിക്കുന്നതായി കാണാം. വചനം പറയുന്നു, ധനം മോഹിക്കുന്നവൻ ധനം കൊണ്ട് തൃപ്തിയടയുകയില്ല. സഭാപ്രസംഗകൻ 5-ാം അധ്യായം 10-ാമത്തെ വാക്യം. എല്ലാ കാലത്തും ഇത് തുടർന്നുകൊണ്ടിരിക്കുന്നു. സമ്പത്ത് അല്ലെങ്കിൽ ധനം അതിൽ തന്നെ ഒരു തിന്മയല്ല എന്ന് നമുക്കറിയാം. പലപ്പോഴും ഒരു അനുഗ്രഹമായും കരുതാറുണ്ട്. എന്നാൽ ധനമോഹം മനുഷ്യനെ തിന്മയിലേക്ക് നയിക്കുന്നു. പിശാച് മനുഷ്യന് നൽകുന്ന പ്രലോഭനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ധനമോഹം അല്ലെങ്കിൽ സമ്പത്തിനോടുള്ള ആകർഷണം. ഈ കാലഘട്ടത്തിൽ നമ്മെ ഒന്നാകെ, ദേശത്തെ ഒന്നാകെ ഗ്രസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു തിന്മയാണത്. ദരിദ്രൻ തൊട്ട് ധനവാൻ വരെ, സാധാരണക്കാർ തുടങ്ങി ആത്മീയരെന്ന് അവകാശപ്പെടുന്ന മനുഷ്യർ വരെ ധനമോഹത്തിന് അടിമകളായിക്കൊണ്ടിരിക്കുന്നു. പൗലോസ്ലീഹ പറയുന്നു, ധനവാന്മാരാകണമെന്ന് ആഗ്രഹിക്കുന്നവർ പ്രലോഭനത്തിലും കെണിയിലും മനുഷ്യനെ അധപ്പതനത്തിലേക്കും നാശത്തിലേക്കും തള്ളിയിടുന്ന നിരവധി വ്യാമോഹങ്ങളിലും നിപതിക്കുന്നു. എന്തെന്നാൽ ധനമോഹമാണ് എല്ലാ തിന്മകളുടെയും അടിസ്ഥാന കാരണം. 1 തിമോത്തിയോസ് 6-ാം അധ്യായം 9 തുടങ്ങി 10 വരെയുള്ള വചനങ്ങൾ. ധനമോഹം മനുഷ്യൻ്റെ എല്ലാ ബന്ധങ്ങളിലും വിള്ളൽ വീഴ്ത്തുകയും അകൽച്ചയുണ്ടാക്കുകയും പാപത്തിലേക്ക് അവനെ നയിക്കുകയും ചെയ്യുന്നു. ദൈവവുമായുള്ള ബന്ധം നമുക്ക് പരിശോധിക്കാം. പലപ്പോഴും ധനമോഹം മനുഷ്യനെ ദൈവത്തിൽ നിന്നകറ്റി നിത്യജീവൻ നഷ്ടപ്പെടുത്തുന്ന ഒരു കെണിയായിത്തീരുന്നു. നമ്മിൽ പലരും ഹൃദയത്തിൽ സമ്പത്തിന് 1-ാം സ്ഥാനം നൽകുന്നു. ഇങ്ങനെ സമ്പത്തിന് 1-ാം സ്ഥാനം നൽകുന്ന വ്യക്തി ദൈവവിശ്വാസത്തിൽ നിന്ന് അകന്നു പോകുന്നതായി കാണാം. ധനമോഹത്തിലൂടെ പലരും വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകാനും ഒട്ടേറെ വിദ്യകളാൽ തങ്ങളെ തന്നെ മുറിപ്പെടുത്താനും ഇടയുണ്ട്. 1 തിമോത്തിയോസ് 6-ാം അധ്യായം 10-ാമത്തെ വചനം പറയുന്നു, ദൈവപ്രമാണങ്ങൾ ലംഘിക്കുന്നതിൽ അയാൾ മടി കാണിക്കുന്നില്ല. ദൈവം അനുവദിക്കാത്ത മാർഗങ്ങളിലൂടെ പോലും പണമുണ്ടാക്കാനും തൻ്റെ പ്രവൃത്തികളെ സ്വയം ന്യായീകരിക്കാനും അയാൾ മടിക്കുന്നില്ല. ഇത് വിഗ്രഹാരാധന തന്നെയായ ഒരു വലിയ കെണിയാണ്. 1-ാം പ്രമാണത്തിൻ്റെ ലംഘനവുമാണ്. ധനമോഹവും ദൈവഭക്തിയും ഒന്നിച്ചു പോകില്ലെന്ന് ഈശോ പറഞ്ഞു. ഒരു ഭൃത്യന് 2 യജമാനന്മാരെ സേവിക്കുവാൻ സാധിക്കുകയില്ലല്ലോ. ഒന്നില്ലെങ്കിൽ അവൻ ഒരുവനെ ദ്വേഷിക്കുകയും മറ്റവനെ സ്നേഹിക്കുകയും ചെയ്യും, അല്ലെങ്കിൽ ഒരുവനോട് ഭക്തി കാണിക്കുകയും മറ്റവനെ നിന്ദിക്കുകയും ചെയ്യും. ദൈവത്തെയും ധനത്തെയും ഒന്നിച്ചു സേവിക്കുവാൻ നിങ്ങൾക്ക് കഴിയുകയില്ല. ലൂക്ക 16-ാം അധ്യായം 13-ാമത്തെ വചനം. ധനമോഹത്തിലായ വ്യക്തിയിൽ വചനമാകുന്ന വിത്ത് ഫലം ചൂടുകയില്ലെന്ന് വിദഗ്ധക്കാരൻ്റെ ഉപമയിലൂടെ ഈശോ വ്യക്തമാക്കി. ഒരുവൻ വചനം ശ്രവിക്കുന്നു, എന്നാൽ ലൗകിക വ്യഗ്രതയും ധനത്തിൻ്റെ ആകർഷണവും വചനത്തെ ഞെരുക്കുകയും അത് ഫലശൂന്യമാവുകയും ചെയ്യുന്നു. ഇവനാണ് മുള്ളുകൾക്കിടയിൽ വീണ വിത്ത്. മത്തായി 13-ാം അധ്യായം 22-ാമത്തെ വചനം പറയുന്നു. സഹോദരങ്ങളുമായുള്ള ബന്ധം നമുക്ക് പരിശോധിക്കാം. സഹോദരങ്ങൾ തമ്മിലും അയൽക്കാരുമായുള്ള ബന്ധങ്ങളിലും വിള്ളൽ വീഴ്ത്തുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം ധനമോഹമാണ്. എത്രയെത്ര ബന്ധങ്ങളാണ് ധനമോഹത്താൽ തകർന്നു പോയിട്ടുള്ളത്. സ്വത്ത് തർക്കത്തിൻ്റെ പേരിൽ തകർന്ന കുടുംബ ബന്ധങ്ങൾ എത്രയെത്ര. സമ്പത്തിൻ്റെ പേരിൽ നടന്ന കൊലപാതകങ്ങൾ എത്രയെത്ര. ഹീനമാർഗത്തിലൂടെ പോലും പണമുണ്ടാക്കാൻ ധനമോഹത്തിലായ വ്യക്തികൾക്ക് മടിയില്ല. വിഷമദ്യ ദുരന്തങ്ങളും സാമ്പത്തിക തട്ടിപ്പുകളും മറ്റും അതിന് ഉദാഹരണങ്ങളാണ്. മറ്റുള്ളവരുമായുള്ള പെരുമാറ്റത്തിൽ ധനവാൻ എങ്ങനെയായിരിക്കുമെന്ന് വചനം പറയുന്നു. ധനവാൻ പരുഷമായി മറുപടി നൽകുന്നു. സുഭാഷിതങ്ങൾ 18:23 വചനം. ധനവാൻ ദ്രോഹിക്കുക മാത്രമല്ല നിന്ദിക്കുകയൂടി ചെയ്യുന്നു. പ്രഭാഷകൻ 13:3 പറയുന്നു. തന്നോട് തന്നെയുള്ള ബന്ധം നമുക്ക് പരിശോധിക്കാം. ധനമോഹത്തിലായ വ്യക്തിക്ക് തന്നോട് തന്നെയുള്ള ബന്ധം നഷ്ടപ്പെടുന്ന അവസ്ഥയുണ്ടാകാം. എത്ര പേരാണ് ധനമോഹത്തിലൂടെ കടക്കെണിയിലായി ആത്മഹത്യ ചെയ്തിട്ടുള്ളത്?
ധനമോഹത്തിലൂടെ പലരും ഒട്ടേറെ വ്യഥകളാൽ തങ്ങളെ തന്നെ മുറിപ്പെടുത്താനും ഇടയുണ്ട്. 1 തിമോത്തിയോസ് 6:10 പറയുന്നു, പണത്തെ പിന്തുടരുന്നവന് മാർഗഭ്രംശം സംഭവിക്കും. പ്രഭാഷകൻ 31:5. ധനം എത്ര കിട്ടിയാലും മനുഷ്യൻ തൃപ്തനാകില്ലെന്ന് സഭാപ്രസംഗകനും പറയുന്നു. പുത്രനോ സഹോദരനോ ആരുമില്ലാത്തവനും അധ്വാനത്തിന് അറുതിയില്ല. ധനം എത്രയായാലും അവന് മതി വരുന്നില്ല. ആർക്കു വേണ്ടിയാണ് അധ്വാനിക്കുകയും സന്തോഷങ്ങൾ ഉപേക്ഷിക്കുകയും ചെയ്യുന്നതെന്ന് അവൻ ചിന്തിക്കുന്നില്ല. ഇതും മിഥ്യയും പരിതാപകരവുമാണ്. സഭാപ്രസംഗൻ 4:8. അമിത സമ്പാദ്യം ധനികൻ്റെ ഉറക്കം കെടുത്തുന്നു. സൂര്യന് കീഴെ ഞാൻ വലിയൊരു തിന്മ കണ്ടു. ധനികൻ തൻ്റെ തന്നെ നാശത്തിന് മുതൽ സൂക്ഷിക്കുന്നു. സഭാപ്രസംഗൻ 5:12-13 പറയുന്നു. ധനമോഹത്തിലായ വ്യക്തി ജീവിതത്തിൽ 1 സ്ഥാനം ധനസമ്പാദനത്തിന് കൊടുക്കുന്നതിനാൽ സ്വന്തം ആത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി അധ്വാനിക്കാൻ അയാൾ മറന്നുപോകുന്നു, അല്ലെങ്കിൽ അതിന് സമയം കിട്ടുന്നില്ല. വചനം പറയുന്നു, ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും തൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവന് എന്ത് പ്രയോജനം? ഒരുവൻ സ്വന്തം ആത്മാവിന് പകരമായി എന്തു കൊടുക്കും? മത്തായി 16:26. പ്രകൃതിയുമായിട്ടുള്ള ബന്ധം നമുക്ക് പരിശോധിക്കാം. ധനമോഹത്തിലായ വ്യക്തികൾക്ക് പ്രകൃതിയുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെടുന്നു. സമ്പത്തിനു വേണ്ടി പ്രകൃതിയെ നശിപ്പിക്കുന്നതിൽ അവർക്ക് ഒരു കുറ്റബോധവും ഉണ്ടാകണമെന്നില്ല. വനം വെട്ടി നശിപ്പിക്കുന്നതിനോ ജലസ്രോതസ്സുകൾ മലിനപ്പെടുത്തുന്നതിനോ പരിസ്ഥിതിക്ക് ദോഷകരമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനോ പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നതിനോ തകർന്നു വീഴുന്ന പാലങ്ങളും കെട്ടിടങ്ങളും പണിയുന്നതിനോ അവർക്ക് മടിയില്ല. ധനമോഹത്തിനും കൈക്കൂലിക്കും അടിമകളായവർ ഇതിനെല്ലാം കൂട്ടുനിൽക്കുകയും ചെയ്യുന്നു. വചനം പറയുന്നു, നിന്നെക്കൊണ്ട് പ്രയോജനമുണ്ടെന്ന് കണ്ടാൽ ധനവാൻ നിന്നെ ചൂഷണം ചെയ്യും. എന്നാൽ നിനക്ക് ആവശ്യം വന്നാൽ അവൻ നിന്നെ പരിത്യജിക്കും. നിനക്ക് വകയുണ്ടെങ്കിൽ അവൻ നിന്നോടുകൂടെ കാണും. കൂസലില്ലാതെ നിന്റെ വിഭവങ്ങൾ ചോർത്തിയെടുക്കും. പ്രഭാഷകൻ 13:45. വിശ്വാസികൾ എന്താണ് ചെയ്യേണ്ടതെന്ന് പൗലോസ്ലീഹ പറയുന്നു. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുന്നവന് ദൈവഭക്തി വലിയൊരു നേട്ടമാണ്. കാരണം നാം ഈ ലോകത്തിലേക്ക് ഒന്നും കൊണ്ടുവന്നില്ല. ഇവിടെ നിന്ന് ഒന്നും കൊണ്ടുപോകാനും നമുക്ക് സാധിക്കുകയുമില്ല. ഭക്ഷണവും വസ്ത്രവും ഉണ്ടെങ്കിൽ അതുകൊണ്ട് നമുക്ക് തൃപ്തിപ്പെടാം. ധനമോഹത്തിലൂടെ പലരും വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകാനും ഒട്ടേറെ വ്യഥകളാൽ തങ്ങളെ തന്നെ മുറിപ്പെടുത്താനും ഇടയുണ്ട്. 1 തിമോത്തിയോസ് 6:6-10 വചനങ്ങൾ പറയുന്നു. ഒരു ദൈവവിശ്വാസി എന്താണ് ലക്ഷ്യം വയ്ക്കേണ്ടതെന്ന് ശ്ലീഹ തൻ്റെ ലേഖനത്തിൽ പറയുന്നു. എന്നാൽ ദൈവിക മനുഷ്യനായ നീ ഇവയിൽ നിന്ന് ഓടിയകലണം. നീതി, ദൈവഭക്തി, വിശ്വാസം, സ്നേഹം, സ്ഥിരത, സൗമ്യത എന്നിവയെ ഉന്നം വയ്ക്കുക. വിശ്വാസത്തിൻ്റെ നല്ല പോരാട്ടം നടത്തുകയും നിത്യജീവനെ മുറുകെ പിടിക്കുകയും ചെയ്യുക. 1 തിമോത്തിയോസ് 6:12. ധനവാന്മാർക്ക് യാക്കോബ് ശ്ലീഹ മുന്നറിയിപ്പ് നൽകുന്നു. ധനവാന്മാരെ, നിങ്ങൾക്ക് സംഭവിക്കാനിരിക്കുന്ന ദുരിതങ്ങളോർത്ത് ഉച്ചത്തിൽ നിലവിളിക്കുവിൻ. നിങ്ങളുടെ സമ്പത്ത് ക്ഷയിച്ചു കഴിഞ്ഞിരിക്കുന്നു. നിങ്ങളുടെ വസ്ത്രങ്ങൾ പുഴുവരിച്ചുപോയി. നിങ്ങളുടെ സ്വർണത്തിനും വെള്ളിക്കും കറ പിടിച്ചിരിക്കുന്നു. ആ കറ നിങ്ങൾക്കെതിരായ സാക്ഷ്യമായിരിക്കും. തീ പോലെ അത് നിങ്ങളുടെ മാംസത്തെ തിന്നുകളയും. അവസാന നാളുകളിലേക്കാണ് നിങ്ങൾ സമ്പത്ത് ശേഖരിച്ചു വച്ചത്. നിങ്ങളുടെ നിലങ്ങളിൽ നിന്ന് വിളവ് ശേഖരിച്ച വേലക്കാർക്ക് കൊടുക്കാതെ പിടിച്ചുവെച്ച കൂലി ഇതാ നിലവിളിക്കുന്നു. കൊയ്ത്തുകാരുടെ നിലവിളി സൈന്യങ്ങളുടെ കർത്താവിൻ്റെ കർണപുടങ്ങളിൽ എത്തിയിരിക്കുന്നു. നിങ്ങൾ ഭൂമിയിൽ ആഡംബരപൂർവ്വം സുഖലോലുപരായി ജീവിച്ചു. കൊലയുടെ ദിവസത്തേക്ക് നിങ്ങളുടെ ഹൃദയങ്ങളെ നിങ്ങൾ കൊഴുപ്പിച്ചിരിക്കുന്നു. യാക്കോബ് 5:1-5 വചനങ്ങൾ. നേരായ മാർഗത്തിൽ സമ്പത്തുണ്ടാക്കുന്നത് ഒരു തെറ്റല്ല എന്ന് നമുക്കറിയാം. എന്നാൽ അത് എങ്ങനെ വിനിയോഗിക്കുന്നു എന്നതാണ് പ്രധാനം.
ഭോഷനായ ധനികൻ്റെ ഉപമ പറഞ്ഞിട്ട് ഈശോ ഇപ്രകാരം പറഞ്ഞു: ജാഗരൂകരായിരിക്കുവിൻ, എല്ലാ അത്യാഗ്രഹങ്ങളിൽ നിന്ന് അകന്നിരിക്കുകയും ചെയ്യുവിൻ. മനുഷ്യജീവിതം സമ്പത്ത് കൊണ്ടല്ല ധന്യമാവുന്നത്. നിങ്ങളുടെ സമ്പത്ത് വിറ്റ് ദാനം ചെയ്യുവിൻ. ഒടുങ്ങാത്ത നിക്ഷേപം സ്വർഗത്തിൽ സംഭരിച്ചു വയ്ക്കുവിൻ. വിശുദ്ധ ലൂക്ക 12-ാം അധ്യായം 15 തുടങ്ങി 33 വരെയുള്ള വചനങ്ങൾ. ദൈവം സമ്പത്ത് നൽകി അനുഗ്രഹിക്കപ്പെട്ടവർ എന്തു ചെയ്യണമെന്ന് വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നു. ഈ ലോകത്തിലെ ധനവാന്മാരോട് ഔദത്യം ഉപേക്ഷിക്കാനും തങ്ങളുടെ പ്രതീക്ഷകൾ അനിശ്ചിതമായ സമ്പത്തിൽ വയ്ക്കാതെ അവയെല്ലാം നമുക്ക് അനുഭവിക്കാൻ വേണ്ടി ധാരാളമായി നൽകിയിട്ടുള്ള ദൈവത്തിന് സമർപ്പിക്കാനും നീ ഉദ്ബോധിപ്പിക്കുക. അവർ നന്മ ചെയ്യണം, സൽപ്രവൃത്തികളിൽ സമ്പന്നരും വിശാലമനസ്കരും ഉദാരമതികളും ആയിരിക്കുകയും വേണം. അങ്ങനെ യഥാർത്ഥ ജീവൻ അവകാശമാക്കുന്നതിന് അവർ തങ്ങളുടെ ഭാവിക്ക് ഭദ്രമായ അടിത്തറ പണിയിട്ടെ. 1 തീമോത്തിയോസ് 6-ാം അധ്യായം 17 തൊട്ട് 19 വരെയുള്ള വചനങ്ങൾ. ലോകത്തിലെ അതിസമ്പന്നരായ പല വ്യക്തികളും അവരുടെ വരുമാനത്തിലെ നല്ലൊരു ഭാഗം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നൽകുന്നതും അതിനുവേണ്ടി മുന്നിട്ട് ഇറങ്ങുന്നതും ഈ കാലഘട്ടത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുവെന്നത് ആശ്വാസം പകരുന്ന നല്ലൊരു മാറ്റമാണ്. ബിൽഗേറ്റ്സും വാറൻ ബഫറ്റുമെല്ലാം ഉദാഹരണങ്ങളാണ്. ഈശോ പറഞ്ഞു: നശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കാതെ മനുഷ്യപുത്രൻ തരുന്ന നിത്യജീവൻ്റെ അനശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കുവിൻ. വിശുദ്ധ യോഹന്നാൻ 6-ാം അധ്യായം 27-ാമത്തെ വചനം. ധനമോഹത്തിൽ നിന്ന് നമുക്ക് വിടുതൽ നേടാം. നമ്മളാൽ കഴിയുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നമുക്ക് ചെയ്യാം. നിത്യജീവനാവുന്ന സ്വർഗീയ സമ്പത്തിനു വേണ്ടി അധ്വാനിക്കാം. ആമേൻ.